കുവൈറ്റിലെ ജലീബ് അൽ ഷുയൂഖിൽ വൻ സുരക്ഷാ വേട്ട. 4 സൈനിക ഏജൻസികൾ ഒരുമിച്ച് രംഗത്ത്. നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബ പറഞ്ഞു. കുവൈറ്റിലെ ജലീബ് അൽ ഷുവൈഖ് പ്രദേശത്ത് ചരിത്രത്തിലാദ്യമായി 4 പ്രമുഖ സൈനിക ഏജൻസികളെ ഒന്നിപ്പിച്ചുകൊണ്ട് വൻ സുരക്ഷാ പരിശോധന നടത്തി. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രാജ്യത്തെ നടുക്കിയ ഈ വിപുലമായ സുരക്ഷാ ക്യാമ്പയിൻ അരങ്ങേറിയത്. കുവൈറ്റ് സായുധ സേന, ആഭ്യന്തര മന്ത്രാലയം, കുവൈറ്റ് നാഷണൽ ഗാർഡ്, ജനറൽ ഫയർഫോഴ്സ് എന്നീ 4 സൈനിക വിഭാഗങ്ങൾ ആദ്യമായാണ് ഒരു പ്രദേശത്ത് ഒന്നിച്ച് ഇത്തരമൊരു സുരക്ഷാ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ഇവരെ കൂടാതെ വൈദ്യുതി, ജല മന്ത്രാലയം, നഗരസഭ, മാൻ പവർ അതോറിറ്റി, ആരോഗ്യ മന്ത്രാലയത്തിന്റെ മെഡിക്കൽ ഏജൻസി വിഭാഗം എന്നിവയുൾപ്പെടെ നിരവധി സർക്കാർ സംവിധാനങ്ങളും പരിശോധനയുടെ ഭാഗമായി പ്രദേശം പൂർണ്ണമായും വളഞ്ഞു. മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിരവധി കാര്യങ്ങളിലാണ് അധികൃതർ കർശനമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. താമസ നിയമലംഘകരെ കണ്ടെത്തൽ, കെട്ടിടങ്ങളിലെ നിയമലംഘനങ്ങൾ, അനധികൃത കച്ചവടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും എല്ലാവർക്കും മുകളിലാണ് നിയമമെന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഷെയ്ഖ് ഫഹദ് കൂട്ടിച്ചേർത്തു. ഈ ക്യാമ്പയിൻ ഒരു തുടക്കം മാത്രമാണെന്നും ജലീബ് പ്രദേശത്ത് മാത്രമല്ല കുവൈറ്റിലെ എല്ലാ ഗവർണറേറ്റുകളിലും ഈ സുരക്ഷാ പരിശോധന വരും ദിവസങ്ങളിൽ വ്യാപിപ്പിക്കും. രാജ്യത്തിന്റെ പ്രശസ്തിയും ജനങ്ങളുടെ സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനം. അതിൽ യാതൊരുവിധ ഇളവുകളും അനുവദിക്കില്ല. ജലീബ് മേഖലയിലെ കടുത്ത പരിസ്ഥിതി ആരോഗ്യ മലിനീകരണത്തെക്കുറിച്ച് മന്ത്രി കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇവിടെ താമസിക്കുന്നവർ വലിയൊരു പങ്ക് ആളുകളും ആശുപത്രികളിലും റെസ്റ്റോറന്റുകളിലും ജോലി ചെയ്യുന്നവരാണെന്നും ഇത് പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജീവന് ഭീഷണിയായി തകർന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും മടിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായി കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട കുടുംബാംഗങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കും താൽക്കാലികമായി താമസിക്കുന്നതിനായി എല്ലാവിധ ആശ്വാസ സൗകര്യങ്ങളും പൂർണ്ണ സജ്ജീകരണങ്ങളുമുള്ള പ്രത്യേക സ്വീകരണ കേന്ദ്രങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും രാജ്യവ്യാപകമായി പരിശോധന ശക്തമായി തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.